കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു ഭരണമാറ്റത്തിന് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ നയിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച വി.ഡി. സതീശൻ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പ്രൗഢഗംഭീരമായ വേദിയിൽ ഒഴുകിയെത്തിയ 10,000-കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു ഈ അധികാര പ്രവേശം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുൻപാകെ അദ്ദേഹം രഹസ്യ സ്വഭാവ സൂക്ഷ്മത പ്രതിജ്ഞയും ഔദ്യോഗിക പ്രതിജ്ഞയും ചൊല്ലി അധികാരമേറ്റു. കേരളത്തിലെ വോട്ടർമാർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത 102 UDF ജനപ്രതിനിധികളിൽ നിന്നും രൂപീകരിച്ച 20-അംഗ മന്ത്രിസഭയാണ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളാൻ ഒരുങ്ങുന്നത്. ദശാബ്ദങ്ങൾക്ക് ശേഷം UDF അധികാരം തിരിച്ചുപിടിച്ചതിന്റെ ആവേശത്തിൽ തിരുവനന്തപുരം നഗരത്തിലേക്ക് ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിക്കാൻ ആഗ്രഹിച്ചതും UDFന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കാനും സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനസഹസ്രങ്ങളാണ് തലസ്ഥാന നഗരിയിലേക്ക് എത്തിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിന്റെ തലേ ദിവസം ഉച്ച മുതൽ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. സത്യപ്രതിജ്ഞ നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമാണ് ദൃശ്യമായത്. സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറം ആളുകൾ ഇരച്ചു കയറിയതോടെ ചടങ്ങിന്റെ നിയന്ത്രണം പൂർണ്ണമായും ജനക്കൂട്ടത്തിന്റെ കൈകളിലായി. ആവേശം മൂത്ത പ്രവർത്തകർ വേദിക്ക് മുൻപിൽ VVIP പ്രത്യേകം തരം തിരിച്ച് ഇട്ടിരുന്ന ഇരിപ്പിടങ്ങളിലേക്ക് കൂട്ടത്തോടെ ഇരിച്ചു കയറി. തന്മൂലം സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാനെത്തിയ നിയുക്ത MLA-മാർക്കും ഘടകകക്ഷികളെ പ്രമുഖ നേതാക്കൾക്കും പോലും വേദിയിലോ മുൻനിരയിലോ ഇരിപ്പിടം കിട്ടാത്ത വൻ പ്രതിസന്ധിയും നിലവിൽ ഉടലെടുത്തു. എങ്കിലും തങ്ങളുടെ പ്രിയ നേതാക്കളുടെ സത്യപ്രതിജ്ഞാ നിമിഷം കാണാൻ എത്തിയവരുടെ ആവേശത്തിന് മുന്നിൽ ഈ അസൗകര്യങ്ങളെല്ലാം അപ്രസക്തമാവുകയായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും അധികം ദേശീയ നേതാക്കൾ പങ്കെടുത്ത മറ്റൊരു സത്യപ്രതിജ്ഞാ ചടങ്ങ് അടുത്ത കാലത്തുണ്ടായിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദി തിളങ്ങി നിന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവർ ചടങ്ങിൽ പൂർണ്ണ സമയം സാക്ഷ്യം വഹിക്കാൻ വേദിയിലുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും സാന്നിധ്യം പ്രവർത്തകർക്കിടയിൽ ആവേശം ഇരട്ടിയാക്കി. കോൺഗ്രസ് ഭരിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായ രേവന്ത് റെഡ്ഡി, സുഖ്വിന്ദർ സിംഗ് സുഗു എന്നിവരും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും വി.ഡി. സതീശന് ആശംസകൾ അർപ്പിക്കാൻ നേരിട്ടെത്തി. രാഷ്ട്രീയ ഭേദമന്യേ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം വേദിയിലുണ്ടായിരുന്നു.
സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രിയും ഇനി പ്രതിപക്ഷ നിരയിലേക്ക് മാറുന്നതുമായി പിണറായി വിജയൻ ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവരും വേദിയിലെത്തി രാഷ്ട്രീയ സൗഹൃദത്തിന്റെ മാതൃകയായി. രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ കേരളത്തിലെ സാംസ്കാരിക, സാഹിത്യ, സിനിമാ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നിരുന്നു. കഴിഞ്ഞ 5 വർഷം കേരള നിയമസഭയിൽ കടുത്ത പോരാട്ടങ്ങൾ നയിച്ച പ്രതിപക്ഷ നേതാവായിരുന്നു VD സതീശൻ. ഭരണപക്ഷത്തിന്റെ കടുത്ത കടന്നക്രമങ്ങളെയും ആക്ഷേപങ്ങളെയും അങ്ങേയറ്റം സമീപനത്തോടെയും അടിയുറച്ച വസ്തുതകളുടെയും നിയമവശങ്ങളുടെയും പിൻബലത്തോടെയാണ് അദ്ദേഹം നേരിട്ടത്. പ്രതിപക്ഷ നിരയിൽ ഐക്യം നിലനിർത്താനും ജനകീയ പ്രശ്നങ്ങളെ സർക്കാരിനെ കൃത്യമായി പ്രതിരോധത്തിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കേരളത്തിലൊരു മുന്നണിക്ക് തുടർച്ചയായി 3ാം തവണയും ഭരണം നൽകില്ലെന്ന ചരിത്രം ജനങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചപ്പോൾ അതിന്റെ ക്രെഡിറ്റ് VD സതീശൻ എന്ന തന്ത്രജ്ഞനായ നേതാവിന് കൂടിയുള്ളതാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി ടീം UDFനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞതാണ് ഈ ഉജ്ജ്വല വിജയത്തിന് അടിത്തറയിട്ടത്. അതുകൊണ്ട് തന്നെ തെരുവിലിറങ്ങി അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച ജനലക്ഷങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണമാണ് ഈ മുഖ്യമന്ത്രി പദം. VD സതീശനോടൊപ്പം മറ്റ് 20 മന്ത്രിമാരും വരും ദിവസങ്ങളിൽ പൂർണ്ണമായും ചുമതലയേക്കും. ഘടകകക്ഷികളായ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾക്ക് കൃത്യമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് പുതിയ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത്. പുതിയ സർക്കാരിന് മുന്നിൽ വലിയ ഉത്തരവാദിത്തങ്ങളും കടുത്ത വെല്ലുവിളികളുമാണ് ഉള്ളത്. കേരളം നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ട്രഷറി നിയന്ത്രണങ്ങൾ ഒഴിവാക്കി വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നത് പുതിയ ധനമന്ത്രിക്ക് കടുത്ത പരീക്ഷണമായിരിക്കും. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുക, IT, വ്യവസായ മേഖലകളിലെ കൂടുതൽ നിരീക്ഷണങ്ങൾ കൊണ്ടുവരിക എന്നിവ യുവാക്കൾക്ക് പുതിയ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പ്രധാന കാര്യങ്ങളാണ്. 102 അംഗ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ അധികാരത്തിലേറ്റിയ സ്ഥിതിക്ക് UDF നൽകിയ ജനക്ഷേമ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പാലിക്കാൻ പുതിയ മന്ത്രിസഭ ബാധ്യസ്ഥരാണ്. ഭരണമാറ്റത്തിന്റെ ആവേശം അതിരുകടന്നപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചില സംഘടനാ സമിതി വീഴ്ചകളും പ്രകടമായി. മുൻകൂട്ടി പാസുകൾ വിതരണം ചെയ്തിരുന്നുവെങ്കിലും സ്റ്റേഡിയത്തിന്റെ കവാടങ്ങൾ തകർത്ത് പ്രവർത്തകർ അകത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു. VVIPs പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ദേശീയ നേതാക്കൾക്കും ഇരിക്കേണ്ടിയിരുന്ന സോണുകളിലേക്കും സാധാരണ പ്രവർത്തകർ കയ്യേറിയത് പോലീസിനും വലിയ തലവേദനയുണ്ടാക്കി. പുതിയ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട പല നിയുക്ത MLA-മാർക്കും വേദിയിലേക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ ജനക്കൂട്ടത്തെ തള്ളി മാറ്റേണ്ടി വന്നു. ഇത്തരം ചെറിയ അച്ചടക്കമില്ലായ്മകൾ ഉണ്ടായെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായ ഭരണ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാൻ പുതിയ സർക്കാരിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ജനകീയതയുടെ ഒരു മഹാവിളംബരമായി മാറി. ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചതിന്റെയും ആ മാറ്റത്തിന് നേതൃത്വം നൽകിയ നായകനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതിന്റെയും നേർക്കാഴ്ചയായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കണ്ടത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സാന്നിധ്യം കേരളത്തിലെ UDF സർക്കാരിന് വലിയൊരു ദേശീയ പിന്തുണയുണ്ടെന്ന സന്ദേശമാണ് നൽകുന്നത്. ടീം UDF എന്ന ആശയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് സുതാര്യവും വികസനോന്മുഖവുമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയ്ക്ക് കഴിയട്ടെ എന്നാണ് കേരള ജനത ഒന്നടങ്കം ആശംസിക്കുന്നത്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന പുതിയ സർക്കാരിന്റെ നിയമപരമായ തീരുമാനങ്ങളിലേക്ക് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ കേരളക്കര.